ഹെൽത്തി ഹാബിറ്റ്സ് കുട്ടികളിൽ എങ്ങനെ കൊണ്ടുവരാം എന്ന ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഹെൽത്തി ഫുഡിനെ അവെയർ ആക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്. ഇപ്പോൾ മിക്ക കുട്ടികളും ജങ്ക് ഫുഡ്സ് ഇഷ്ടപ്പെടുന്ന കുട്ടികളാണ്. ജങ്ക് ഫുഡ്സ് എന്ന് പറയുമ്പോൾ അത് വളരെ ടേസ്റ്റി ആയിരിക്കും, അതുപോലെ കളർഫുൾ ആയിരിക്കും, അവരുടെ കണ്ണുകളിൽ അത് വളരെ അട്രാക്റ്റീവ് ആയിരിക്കും. മിക്ക കുട്ടികൾക്കും ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമാണ് ഈ ജങ്ക് ഫുഡ്സ് എന്ന് പറയുന്നത്. എൻ്റെ മക്കളായിക്കോട്ടെ കൂടുതലും ജങ്ക് ഫുഡ്സ് ഇഷ്ടപ്പെടുന്ന വ്യക്തികളാണ്. അപ്പോൾ ഞാൻ അവിടെ ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത് ഹെൽത്തി ഫുഡിൻ്റെ അവെയർനെസ് കൊടുക്കുക എന്നുള്ളതാണ്. ഫ്രൂട്ട്സും വെജിറ്റബിൾസിൻ്റെയും ഇമ്പോർട്ടൻസ് പറയുക എന്നുള്ളതും വീട്ടിൽ എല്ലാ ഫുഡിൻ്റെ കൂടെയും ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഇൻവോൾവ് ചെയ്യുക എന്നുള്ളതാണ് ശ്രദ്ധിച്ചിരുന്നത്. ആദ്യം അവർക്കത് മനസ്സിലാവത്തില്ല. പക്ഷേ നമ്മളിത് കണ്ടിന്യൂസ് ആയിട്ട് ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, കണ്ടിന്യൂസ് ആയിട്ട് ഈ ഫുഡ് ഹാബിറ്റ്സ്, നല്ല ഫുഡ് ഹാബിറ്റ്സ് കൊണ്ടുവരുമ്പോൾ അവർ ഓട്ടോമാറ്റിക്കായിട്ട് അവരുടെ മൈൻഡിൽ നല്ല ഹെൽത്തി ഫുഡ്സാണ് ഇമ്പോർട്ടൻസ് എന്ന് അവർക്ക് തോന്നും. ജങ്ക് ഫുഡ്സ് പൂർണ്ണമായിട്ടും അവർക്ക് ഒഴിവാക്കാൻ കഴിയുമെന്നല്ല. അവർ അത് വീക്ക്ലിയോ മന്ത്ലി ട്വൈസോ കഴിക്കുന്നതുകൊണ്ട് പ്രോബ്ലം ഇല്ല. പക്ഷെ അതൊരു ശീലമാക്കരുതെന്ന് മാത്രമേ ഉള്ളൂ. ഹെൽത്തി ഫുഡിനെ ശീലമാക്കാൻ ശ്രദ്ധിക്കുക, അവെയർനെസ് കൊടുക്കുക. നമ്മൾ വീട്ടിൽ പാരൻസും അത് ചെയ്ത് കാണിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്. നമ്മൾ കഴിച്ചു തുടങ്ങുക. ഹെൽത്തി ഫുഡ്സ് നമ്മൾ കഴിക്കുമ്പോഴാണ് കുട്ടികളും അത് ശ്രദ്ധിക്കുക. അവരുടെ മൈൻഡിൽ ഹെൽത്തി ഫുഡാണ് നല്ലത് എന്നൊരു ഫീല് വരെ ഉണ്ടാവുക. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഗാഡ്ജറ്റ്സിൽ നിന്ന് എങ്ങനെയാണ്, സ്ക്രീൻ ടൈമിൽ നിന്ന് എങ്ങനെയാണ് അവരെ മാറ്റാൻ കഴിയുക. ഞാനതിന് ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത് കുട്ടികളെ ഔട്ട്ഡോർ ഗെയിംസിൽ ഇൻവോൾവ് ചെയ്യിപ്പിക്കുക. അവർക്ക് ഇഷ്ടപ്പെടുന്ന എന്ത് ഗെയിമാണോ, ഫുട്ബോൾ ആവാം, യോഗയാവാം, ബാസ്കറ്റ് ബോൾ ആവാം, ഡാൻസ് ആവാം, മ്യൂസിക് ആവാം, എന്താണ് കൂടുതലും ഔട്ട്ഡോർ ഗെയിംസിൽ അവരെ ഇൻവോൾവ് ചെയ്യിപ്പിക്കുക. ഒരു 1 hour അല്ലെങ്കിൽ 2 hours അവർ ആ കളിക്കാൻ അനുവദിച്ചാൽ തന്നെ സ്ക്രീൻ ടൈം വളരെയധികം കുറയും. കുട്ടികൾക്ക് വേറെ ആക്ടിവിറ്റീസ് ഇല്ലാതെ ആകുമ്പോഴാണ് ഈ സ്ക്രീൻ ടൈം കൂടുന്നത്. ഗാഡ്ജറ്റ്സിലേക്ക് അവർ കൂടുതൽ അട്രാക്റ്റ് ചെയ്യുന്നത്. നമ്മൾക്ക് ഏറ്റവും കൂടുതൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണത്. ഔട്ട്ഡോർ ഗെയിംസ് ചെയ്യുമ്പോൾ അവരുടെ ബ്രെയിനിൽ നല്ല ഹോർമോൺസുകൾ ഫോം ചെയ്യും, ഹാപ്പിനെസ് ഹോർമോൺസുകൾ ഫോം ചെയ്യും, ഹാപ്പി ഹോർമോൺസ് ഫോം ചെയ്യും. നമ്മളോട് അവരുടെ ബിഹേവ് ചെയ്യുന്നത് തന്നെ അവരുടെ ചേഞ്ച് ആവും. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഉറങ്ങുന്ന ഒരു ടൈം സെറ്റ് ചെയ്യുക. ഒരു ടൈം നമ്മൾ ഉറങ്ങാൻ അവർക്ക് വേണ്ടി സെറ്റ് ചെയ്യുക. ഒരു 10 o'clock ആണെങ്കിൽ 10 o'clock, 9:30 ആണെങ്കിൽ 9:30, അങ്ങനെ ഒരു ടൈം സെറ്റ് ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക. അവരുടെ സ്ലീപ്പ് ഒരു 8 hours അവർക്ക് ഉറങ്ങുമ്പോഴാണ് അവർക്ക് ആ ഒരു മൈൻഡ് സെറ്റ് തന്നെ നല്ലൊരു മൈൻഡ് സെറ്റായിട്ട് മാറാൻ കഴിയും. നല്ല പോലെ ഉറക്കം കിട്ടുമ്പോഴാണ് അവരുടെ ഹെൽത്തിന് വളരെയധികം വളരുന്ന പ്രായമാണ്. അപ്പോൾ ഉറങ്ങുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. ആ കറക്റ്റ് ടൈം ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു 21 days 10 o'clock ഉറങ്ങുക എന്നൊന്ന് സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർ ഓട്ടോമാറ്റിക്കായിട്ട് ആ സമയമാകുമ്പോൾ അവർ ഉറങ്ങും. ആ ഒരു ശീലം അവർക്ക് ഉണ്ടാക്കുക. ഈ ഒരു 3 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ കുട്ടികളിൽ നല്ല ഹാബിറ്റ്സുകൾ നമുക്ക് കൊണ്ടുവരാൻ കഴിയും. ഹെൽത്തി ഹാബിറ്റ്സുകൾ കുട്ടികളിൽ കൊണ്ടുവരാൻ കഴിയുമെന്നുള്ളതാണ്. ഞാൻ ഈ പറഞ്ഞ കോൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.